ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഷൊർണൂർ നഗരസഭയുടെ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിനെ പേ പാർക്കിംഗ് കേന്ദ്രമാക്കും. 10 ലക്ഷം രൂപ ചെലവാക്കി നവീകരിച്ച കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാത്തതും യാത്രക്കാർ ഇല്ലാത്തതുമാണ് നഗരസഭയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കിയത്. എന്നാൽ നഗരസഭയുടെ താഴത്തെ കെട്ടിടം പേ പാർക്കിംഗിന് അനുവദിച്ചതിൽ പ്രതിഷേധവുമായി BJPയും രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു പരിധിവരെയുള്ള നഷ്ടം മറികടക്കാനാണ് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലും അതിന് താഴെയുമുള്ള സ്ഥലങ്ങൾ പേ പാർക്കിംഗിന് വേണ്ടി വിനിയോഗിക്കുന്നത്. പണം പിരിക്കുന്നതിന് 2 ജീവനക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ നേരങ്ങളിൽ നിർത്തിയിടുന്ന പല വാഹനങ്ങളും രാത്രിയാണ് പിന്നീട് ഉടമസ്ഥർ വന്നെടുക്കുന്നത്. ഞായറാഴ്ച മുതൽ പാർക്കിങ്ങിന് പണം വാങ്ങാൻ തുടങ്ങിയെന്നും അല്ലാത്ത വാഹനങ്ങളെ നിർത്തിയിടാൻ അനുവദിക്കില്ലെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. എന്നാൽ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലെ നഗരസഭയുടെ താഴത്തെ കെട്ടിടം പാർക്കിങ്ങിനായി തുറന്നുകൊടുക്കാൻ കൌൺസിലിൽ തീരുമാനിച്ചിട്ടില്ലെന്നും ഭരണപക്ഷം ഏകപക്ഷീയമായ തീരുമാനമാണ് എടുത്തതെന്നും BJP കൌൺസിലർ പ്രസാദ് പറഞ്ഞു. രാത്രി 10-ന് ശേഷം സ്വകാര്യ ബസ്സുകളുടെ പാർക്കിംഗ് ഗ്രൌണ്ടാണ്. ഇനി മുതൽ ഇരുചക്ര വാഹനങ്ങൾക്ക് 10 രൂപയും കാറിന് 20 രൂപയും ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് 100 രൂപയുമാണ് പാർക്കിംഗ് ഫീസായി ഈടാക്കുന്നത്. ബസ് സ്റ്റാൻഡ് നവീകരിച്ച് ബസ്സുകൾ കയറുന്നതിന് നടപടിയെടുക്കുമെന്ന് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഒന്നും ഉണ്ടായില്ല. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലെ അമ്യൂണിറ്റി സെന്ററിന് താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അമ്യൂണിറ്റി സെന്റർ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ ലോകബാങ്ക് ഗ്രാൻഡായിട്ട് ഒരു സർവീസ് ഓറിയൻറ്റഡ് സെക്ടറിന് വേണ്ടി അങ്ങനെ അത്തരത്തിലൊരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അനുമതി കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അമ്യൂണിറ്റി സെൻറ്റർ ഇവിടെ നിർമ്മാണത്തോട് പൂർത്തീകരിക്കുന്നത്. അതായത് സർവീസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് ലഭിക്കുന്ന സ്ഥാപനങ്ങൾ നിർമ്മിക്കണമെന്ന ഒരു നിയമാവലിയുമായിട്ടാണ് ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ ഈ സ്ഥാപനം എടുക്കാൻ ആളുകളുണ്ടായില്ല. അങ്ങനെ ആ നിയമാവലിയെ ഭേദിച്ചുകൊണ്ട് AG റിപ്പോർട്ട് പ്രകാരം ഇതിന് പല ടാക്സ് റവന്യൂ വരുമാനത്തിൻ്റെ മാർഗം ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ബിൽഡിംഗ് ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. പല സ്ഥാപനങ്ങൾ ഇവിടെ നടത്തിയിരുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഈ അമ്യൂണിറ്റി സെൻറ്ററിൽ ഇതിന് താഴത്ത് പാർക്കിംഗ് വിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. ഇവിടെ പാർക്കിംഗ് വിരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 കണ്ടിജന്റ് ജീവനക്കാരെ നിയമിച്ചിരിക്കുകയാണ്. ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു സ്ഥാപനമായതുകൊണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടെ ആളുകൾക്ക് ഇവിടെ പാർക്കിംഗ് നിർത്തേണ്ടത്, വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നിലവിലുള്ള സ്ഥാപനത്തിലെ ആളുകളുടെ വാഹനങ്ങൾ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറയുന്നത് ഞങ്ങളിപ്പോൾ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടു, അതുപോലെ ബന്ധപ്പെട്ട സമയത്ത് സെക്രട്ടറി പറയുന്നത് കൗൺസിൽ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത് എന്നാണ്. ഞാനുൾപ്പെടെ കൗൺസിൽ അംഗമായിട്ടുള്ള കൗൺസിൽ നടന്ന യോഗത്തിൽ അന്നെടുത്ത തീരുമാനം കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ അത് കാലത്ത് വന്ന് നിർത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നിർത്തിപ്പോകുന്ന വാഹനങ്ങൾക്ക് ഫൈൻ എന്ന രൂപേണ ഒരു ടാക്സ് വിരിക്കണം എന്ന ഒരു തീരുമാനമാണ് അന്നത്തെ കൗൺസിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ആ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഇവിടെ നഗരസഭ ചെയർമാൻ്റെ ആണെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിന്ന് ടാക്സ്, അതായത് ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ടാക്സ് പിരിക്കാനുള്ള ഒരു തീരുമാനം എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല? പാവപ്പെട്ടവൻ ഇപ്പോൾ സാധാരണ 50 വർഷവും 60 വർഷവും പഴക്കം ചെന്ന വീടുകൾക്ക് ഉൾപ്പെടെ 6000-ഉം 5000-ഉം ടാക്സ് പിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത്തരത്തിൽ പാവപ്പെട്ടവനെ പിഴിഞ്ഞ് അവൻ്റെ ചോര പിഴിഞ്ഞ് കുടിക്കുന്ന ഒരു സമീപനമായിട്ടാണ് ഷൊർണൂർ നഗരസഭ ഭരണസമിതി മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ സമരങ്ങൾക്ക് അത് നേരിടാൻ വേണ്ടി നഗരസഭ അധികൃതർ തയ്യാറാവേണ്ടി വരുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഓർമ്മിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.